പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ സന്ദർശകരുടെ ഒരു ബാഹുല്യം തന്നെ പ്രദേശത്തുണ്ട്. വിജിതയുണ്ട് വിവരങ്ങളുമായി. വിജിത, സന്ദർശകരങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് 12 മണിയോടെയാണ് സംസ്കാരമുണ്ടാവുക. ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാരം എന്നുള്ളതാണ്. രാവിലെ 7:30 മുതൽ 9 വരെയാണ് ഈ ഒരു പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ സമയവും കടന്നു പോകുമോ പൊതുദർശനം എന്നുള്ള ചില വിലയിരുത്തലും കൂടി വരുന്നുണ്ട്. സന്ദർശകർ അത്രത്തോളം മൃതദേഹം ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്നുണ്ട്. കാലത്തിൽ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം കാണാനായി തടിച്ചുകൂടുകയാണ് പ്രദേശവാസികളടക്കം. നാട്ടിലടക്കം പ്രദേശവാസികൾക്കടക്കം സുപരിചിതനായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം സുപരിചിതനായിരുന്നു മരിച്ച എൻ രാമചന്ദ്രൻ എന്നുള്ളതും കൂടി മകൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാകുകയാണ്. ഈ ഒരു പ്രദേശവാസികളുടെ ഒരു വരവിൽ നിന്നുകൂടി വിജിതയുണ്ട് വിവരങ്ങളുമായി. വിജിത, ആ ഒരു ബാഹുല്യം ഒട്ടും കുറയുന്നില്ല, അത് കൂടുകയാണ്. ശരിയാണ് കാളിദാസ്, ജനത്തിരക്ക് കൂടി വരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഈ ഒരു ഏഴേകാലോട് കൂടിയാണ് പൊതുദർശനം ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരെല്ലാം തന്നെ എത്തും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയും ഈ പറഞ്ഞതുപോലെ രാമചന്ദ്രൻ്റെ വീട്ടിലെല്ലാം തന്നെ ഒട്ടേറെ പേരെല്ലാം എത്തിയിരുന്നു. മന്ത്രി ബിന്ദു അടക്കം പി കെ സുനിൽ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ അവിടെ എത്തുന്നുണ്ടായിരുന്നു. അവരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും കുടുംബത്തെ ചേർത്ത് നിർത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു BJP നേതാവ് AN രാധാകൃഷ്ണൻ, സംവിധായകൻ മേജർ രവി തുടങ്ങിയവരെല്ലാം തന്നെ ഇന്നലെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാമചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ US നിന്ന് എത്തുമെന്നുള്ളൊരു കാര്യം ഇന്നലെയാണ് ആൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് മടങ്ങിയെത്തിയത്. നമുക്കറിയാം ഈ ഒരു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ഒരു സഹോദരന് വേണ്ടി സഹോദരൻ എത്തുമെന്നുള്ളൊരു കാര്യമെല്ലാം അറിയിച്ചിരുന്നു. ഇവർ ഈ ഒരു കാശ്മീരിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് സഹോദരൻ US പുറത്തോട്ട് പോയത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മരണവാർത്ത അറിയുന്നതും തിരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ എത്താനുള്ള ഒരു നടപടികളിലേക്ക് വന്നെങ്കിൽ പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സഹോദരൻ എത്തുന്നത്. എന്തായാലും ഇദ്ദേഹവും US അടുത്ത ബന്ധുക്കളും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ കുടുംബക്കാരും രാമചന്ദ്രൻ്റെ ഉറ്റവരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം നമുക്കറിയാം, അവരെല്ലാം കാണുമ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെ ആ ഒരു വിഷമം തന്നെയാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇവരുടെ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീല അറിയുന്നത്, ഈ ഒരു കാര്യം അറിയുന്നതെല്ലാം തന്നെ മിനിഞ്ഞാന്ന് വന്നതിന് ശേഷമാണ്, ഈ ഒരു മൃതദേഹം എത്തിയതിന് ശേഷമാണ്. അച്ഛന് തീരെ വലിയ രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചികിത്സിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നാട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മകൾ അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു കാര്യം അറിയുന്നത്. എന്തായാലും തകർന്നു പോയ ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ എല്ലാം. എങ്കിൽ ആ ഒരു സമയത്തും മകൾ തന്നെ ചേർത്ത് പിടിക്കുന്നതും ആത്മധൈര്യം കൊടുക്കുന്നതുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൊതുദർശനം ഏകദേശം ഒരു 9 മണി 9:30 വരെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിൽ വെച്ച് സംസ്കാരം നടക്കുക. വളരെ കുടുംബത്തോടൊപ്പം തന്നെയെല്ലാം വളരെ സന്തോഷത്തോടെ
സന്തോഷത്തോടെ ഇരുന്നിരുന്ന, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്രകളും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു മകളുടെ ഇൻസ്റ്റഗ്രാം പേജിലെല്ലാം തന്നെ കണ്ടതാണ്. ആ വിഷുവിന് കുടുംബമായിട്ടിരിക്കുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രമെല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെ മാഞ്ഞ് അവിടെ എത്തിപ്പെടാൻ സമയമെടുക്കും. എന്തായാലും ആ ഒരു സന്തോഷത്തോടെ ഇരുന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ചേതനയറ്റ ഈ ഒരു ശരീരവുമായി ഇവിടെ കിടക്കുന്നത് എന്ന് തന്നെയാണ് ആ ഒരു കുടുംബക്കാരുടെയും അതോടൊപ്പം രാമചന്ദ്രനെ അറിയുന്നവരുടെയും എല്ലാവരുടെയും ഏറ്റവും വലിയൊരു വിഷമം. കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീട്ടിലോട്ട് പോയ സമയത്തെല്ലാം തന്നെ രാമചന്ദ്രൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്ത് കാര്യങ്ങൾക്കും ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഒരു നീരാഞ്ജനം എന്ന് പറയുന്ന ആ വീട് വരുന്നത്. ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന മന്ത്രി പി രാജീവ് അടക്കം ഇപ്പോൾ ഇവിടെ എത്തി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത് ജില്ലാ കളക്ടർ NSK ഉമേഷ് എത്തിയിട്ടുണ്ട്. കളക്ടറും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും, അതോടൊപ്പം തന്നെ മന്ത്രി MB രാജേഷ് എല്ലാവരും തന്നെ എത്തും എന്നുള്ളത് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കുറേ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരും എത്തും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഇവിടെ വലിയ രീതിയിൽ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നത്. എന്തായാലും ആ കുടുംബക്കാർക്കും അതോടൊപ്പം തന്നെ രാമചന്ദ്രനെ അറിയുന്ന എല്ലാവർക്കും ഇത് വലിയൊരു നഷ്ടം, ആ ഒരു വിയോഗത്തിൽ അവരെല്ലാം തന്നെ വളരെയധികം ഒരു ദുഃഖമെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. നമ്മളുടെ അടുത്ത് പോലും നമ്മൾ കഴിഞ്ഞ ദിവസം പോയി സംസാരിക്കുമ്പോഴും കുടുംബത്തോടൊപ്പം എല്ലാം സംസാരിക്കുമ്പോഴും എന്ത് കാര്യത്തിനും ആദ്യം ഓടിയെത്തിയിരുന്ന, അല്ലെങ്കിൽ ആ ഒരു റെസിഡൻഷ്യൽ ഒരു ഏരിയയാണ്. ആ ഒരു പ്രദേശത്ത് എന്തൊരു കാര്യത്തിനും ഒരു പരിപാടി ഉണ്ടായാൽ പോലും, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പോലും, എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോൾ പോലും അതിനെല്ലാം മുന്നിൽ നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അതോടൊപ്പം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെല്ലാം തന്നെ കൃത്യമായ സാന്നിധ്യം അറിയിക്കുന്ന അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷമം. എന്ത് കാര്യത്തിനും എത്തിയിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതിൽ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് അറിയിച്ചിരുന്നത്. ഇപ്പോൾ കുടുംബക്കാരും മറ്റവരും എല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ എല്ലാ മുഖത്തും ആ ഒരു സങ്കടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു 9:30-ക്ക് ശേഷവും ഈ ഒരു പൊതുദർശനം നീളുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. ആളുകൾ വരുന്നതിനനുസരിച്ച് സമയക്രമീകരണത്തിലെല്ലാം മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ആളുകൾ, ജനപ്രവാഹം എത്തുന്നുണ്ട്. കൃത്യമായി അവരെല്ലാം തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി കൃത്യമായി വഴിതിരിച്ച് ഈ ഒരു പൊതുദർശനത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ കൃത്യമായി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മന്ത്രി പി രാജീവ് അടക്കം മൃതദേഹം സന്ദർശിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി പ്രമുഖർ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പ്രദേശവാസികളുമുണ്ട്. 9:30 വരെ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പൊതുദർശനത്തിനുള്ള സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊതുദർശനത്തിനുള്ള സമയമായി കണക്കാക്കിയിരിക്കുന്നത് 9:30 വരെയാണ്. എന്നാൽ ഇനിയും ധാരാളം ആളുകൾ എത്തിച്ചേരുമെന്നുള്ള അന്ന് ഉച്ചയോടുകൂടി തന്നെ ദുബായിലുള്ള ഇവരുടെ ഒരു ബന്ധുവാണ് ആദ്യമായി എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ വെടിയേറ്റതായി വാർത്തയുണ്ട്. അപ്പോൾ തന്നെ ഭരണ സംവിധാനം ബന്ധപ്പെട്ടിരുന്നു, നോർക്ക ഉൾപ്പെടെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബവുമായി അവിടെ വെച്ച് സംസാരിച്ചിരുന്നു. മകൻ വരുന്നതിന് മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്. അങ്ങേയറ്റം ദുഃഖകരമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ ശക്തമായി മുഖം നോക്കാതെ കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. കാശ്മീരി ജനതയുടെ സ്നേഹാദരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാടും അതാണ് ഇവിടെ രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞത്. അവിടെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ
ഗൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത്. ഭീകരതയ്ക്കെതിരെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ടി രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.